ഈ വീഡിയോ ആരെയും കുറച്ചു കാണിക്കാനോ വലുതാക്കി കാണിക്കാനോ ഉള്ളതല്ല. ചില സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വന്നാൽ നമ്മുടെ താരങ്ങൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ഭാഷ മലയാളമാണ്, അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റു ഭാഷകൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ പ്ലേ ചെയ്യാം. ആദ്യമായി കാവ്യ മാധവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇംഗ്ലീഷ് പറയേണ്ടി വന്നപ്പോഴുള്ള സാഹചര്യമാണ്, ഒന്ന് കാണൂ. I'm also very happy IFA is happening for the first time in language, South India, and it should be a great opportunity for all of us. വലിയ സന്തോഷം. എന്നാൽ ദിലീപിനും കാവ്യയ്ക്കും സമാനമായ ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ അത് മാനേജ് ചെയ്യും? വീഡിയോ ഒന്ന് കാണൂ. You become a trendsetter. So how do you feel? No, it's not a trendsetter. நல்ல படங்கள் வரும்போது எல்லா லாங்குவேஜிலும் மாற்றி மாற்றி ரீமேக் பண்ணிகிட்டே இருக்கோம். அதனால் நான் இங்கே பண்ணிய കുഞ്ഞു കൂന. ഇനി മഞ്ജു വാര്യർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. That Indiawood film market, it's supposed to be the biggest in South Asia, and I'm so proud to be associated, and so I'm so proud that this is all happening in Kochi, which can be. ഈ വീഡിയോകളിൽ ഏറ്റവും കയ്യടി വാങ്ങാൻ ചാൻസ് ഉള്ളത് മഞ്ജു ആണെങ്കിൽ ബാക്കി രണ്ടുപേരും മോശക്കാരല്ല. കാവ്യയ്ക്ക് അറിയാവുന്ന പോലെ പറഞ്ഞു, അത് നമുക്കും മനസ്സിലായി. എന്നാൽ തനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നതുകൊണ്ട് ദിലീപ് മലയാളത്തിൽ സംസാരിച്ചു, അതും നമുക്ക് മനസ്സിലായി. ശരിക്കും ഇംഗ്ലീഷ് അറിയാത്തവർ മോശക്കാർ എന്ന ഭാവം മലയാളികൾക്ക് ഉണ്ടോ? മടിക്കാതെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.